വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോ കാണാൻ പോകുന്നത് നമ്മുടെ കൂർഗിലെ 3ാമത്തെ വീഡിയോ ആണ്. നമ്മൾ ആദ്യം പോയത് ഗോൾഡൻ ടെമ്പിൾ, അതിനുശേഷം നമ്മൾ പോയിട്ടുള്ളത് ബാംബു ഫോറസ്റ്റിലോട്ടാണ്. അവിടുത്തെ മാർക്കറ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കണ്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പോകാൻ പോകുന്നത് ദുബൈർ എന്ന റിവർ റാഫ്റ്റിംഗ് പ്ലേസിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതായത് അവിടെ റിവർ റാഫ്റ്റിംഗ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. കർണാടകയിലാണ് സ്ഥലം. ഗംഗാസമുദ്ര എന്ന നദി ഒഴുകുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ചെറിയൊരു റാഫ്റ്റിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഇതാണ് സംഭവം കേട്ടോ. അവിടെ കാണാം, അവിടെ വലിയ സ്ഥലം. ഒന്നര കിലോമീറ്റർ ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ. അവിടെ കൊണ്ടുപോയതിനു ശേഷം നിങ്ങൾക്ക് സ്വിമ്മിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവര് വെള്ളത്തിലിടും, നമുക്ക് ചാടാം. നമ്മളെ ഒന്നും പറ്റത്തില്ല. ലൈഫ് ജാക്കറ്റ് എല്ലാം ഫുള്ള് സെക്യൂർഡ് ആയിരിക്കും. അവരുടെ ട്രെയിനിങ്ങും ഗൈഡും തുഴയാനും നിങ്ങൾക്കുള്ള എല്ലാത്തിനും ട്രെയിനിങ് എല്ലാം. നമ്മൾ നോർമലി അവിടെ പോയി റൈഡ് കഴിഞ്ഞ് വരികയാണെങ്കിൽ ഹാഫ് ആൻ അവറിൽ കഴിയും. അല്ലെന്നുണ്ടെങ്കിൽ 1 അവർ എടുക്കും. നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്ത് എല്ലാം കൂടെ ഒരു കറക്കം കറങ്ങി. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ റാഫ്റ്റിംഗ് ചെയ്യാൻ പോകുന്നത്. ഓരോ ബോട്ടിലും 8 പേര് വീതമായിരിക്കും ഉള്ളത്. 8 പേര് പ്ലസ് ആ ബോട്ടിലെ ഒരു മെയിൻ ആളുണ്ടല്ലോ, ആളും കൂടി ചേർന്നിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇതുപോലെ ഫോറസ്റ്റ് ട്രക്കിംഗ്. ഒരാൾക്കാ വരാൻ പിന്നെ കുറേ ഉണ്ട് അതിൻ്റെ അകത്തോട്ട് പോകണം. അത് 2 പാക്കേജാണ്. അത് വേറെയാണ്. ഒരു ദിവസം രാവിലെ വന്നു കഴിഞ്ഞാൽ 2 സ്പെൻഡ് ചെയ്യും. അത് കാര്യം അവരിവിടെ നിന്ന് ബോട്ടിൽ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് അങ്ങോട്ട് പോകുന്നത്. ഇടയ്ക്ക് ഇവിടെ 1000 വേണോ? ഇവിടെ ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് നടന്നതിന് ശേഷം ഏകദേശം 1.5 കൊല്ലം വരെ ഇവിടെ റാഫ്റ്റിംഗ് പ്രൈവറ്റ് മാത്രം ഉണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് കഴിഞ്ഞ കൊല്ലം ഇവാനിഷനൊക്കെ പോകുന്ന സമയത്താണ്. പക്ഷെ ആ സമയത്ത് ടിക്കറ്റ് സോറാണ്. ഇപ്പോൾ ഇരട്ടിയായിരുന്നു. അങ്ങനെ ടീച്ചറാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. കാരണം ടീച്ചർ വെള്ളത്തിൽ ഇറങ്ങില്ല. അതുകൊണ്ട് തന്നെ ടീച്ചറിൻ്റെ ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു, ടീച്ചറെ അല്ല എടുത്ത് തരണേ. അപ്പോൾ താങ്ക്സ് ടു മൈ ടീച്ചർ. കാരണം ടീച്ചർ നന്നായിട്ട് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട്. ഇങ്ങോട്ട് കാണാം. അവര് ഭയങ്കര
അപ്പോൾ ഇതാണ് വരുന്നത്. 1 മണിക്കൂറാണ് ടൈം തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് എൻജോയ്മെൻറ്റ് ചെയ്യുക, നീന്തുക, എന്നിട്ട് തിരിച്ച് വന്ന ബോട്ടിൽ കയറി തുഴഞ്ഞ് പോവുക. അങ്ങനെ നീന്താൻ അറിയാമെന്നുള്ളവരുണ്ട്, നീന്താൻ അറിഞ്ഞൂടാത്തവരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വീണ്ടും ബസ്സിലോട്ട് പോകുമ്പോൾ നോക്കൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് 100 എത്ര ഉണ്ടോ എന്നോട് പെട്ടെന്ന് ഇപ്പം ചോദിച്ചാൽ അത്യാവശ്യമാണ്. പണം അല്ലേ ഇത് 31,500. 31,500. പണം നമ്മള് വിളിച്ച് പറ്റി വന്നു. പോയി അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടെങ്കിൽ എന്തായാലും 31 ഉണ്ട്. മിച്ചർ പോയി. പയ്യൻ പാവമാണ്. ബസ്സിലെ മിച്ചർ പോയി. എന്നെ കൊല്ലാൻ നോക്കി. ഇന്റേണൽ മാർക്ക് എന്തെങ്കിലും ഞാൻ വെള്ളത്തിൽ മുക്കുന്നു. 10 മാർക്ക് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ രക്ഷപ്പെടുത്തി എന്നെ. 10 മാർക്കൊന്നും അല്ലേ, 18 പേര് നാളെ തരും. നാളെ 18 മാറി 19, 20 ആകും. നാളെ നീ കാല് കാണാൻ പറ്റുമല്ലോ, തറയിൽ കാല് കുത്താൻ പറ്റുമല്ലോ. അപ്പൊ അന്ന് ശ്വാസം മുട്ടും. ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അടുത്ത ദിവസം നമ്മൾ പോകുന്നത് വണ്ടർലയിലാണ്. അപ്പോൾ വണ്ടർലയുടെ വീഡിയോ അടുത്ത് ഇറങ്ങുന്നത്, അത് ഫുൾ വീഡിയോ ഒറ്റ വീഡിയോ ആയിട്ട് ഇറക്കും. വണ്ടർലയിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ ആ വീഡിയോയിലേക്ക് പോസ്റ്റ് ആക്കുന്നത്. റിവർ വാർത്തയൊക്കെ ചെയ്ത് കാലൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ കാര്യം മുറിഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി ചെല്ലൊക്കെ തണുത്ത് കുറച്ച് പട്ടിപ്പിട്ടിയെ പോലെയൊക്കെ ഇരുന്നു കഴിഞ്ഞു. ഇപ്പോൾ സമയം 6 മണിക്ക് ആവാറായി. നമ്മൾ തിരിച്ച് കൊച്ചിയിലോട്ട് പോകാനാണ്. ക്യാമറയോടെ കൊച്ചിയിലോട്ട് നൈറ്റ് വെച്ച് നമ്മൾ കൊച്ചി എത്തി. രാവിലെ 6 മണിക്കാണ് കൊച്ചി. അവിടെ ഫുഡ് കഴിക്കുന്നു. ഫുൾ വണ്ടല്ല. രാത്രി നാളത്തെ ഡേ മൊത്തം 7 മണി വരെ വണ്ടർലയാണ്. അതായത് ലുലു മാള്, അവിടെ കൊച്ചി ലുലു മാളിൽ ഒന്നുകിൽ സിനിമ കാണാൻ പോകും, അല്ലെങ്കിൽ റൗണ്ട് അടിച്ചിട്ട് ഇറങ്ങുന്നു. പിന്നെ അവിടെ നിന്ന് അടുത്ത ദിവസം 16-ാം തീയതി നമ്മൾ രാവിലെ 5 അല്ലെങ്കിൽ 6 മണി കോളേജ് എത്തും. അവിടെ നിന്ന് ഇതാണ് ഗൈസ് നമ്മുടെ ജനപ്രിയ നടൻ ദിലീപ്. ഇത് ദിലീപ് അല്ല, അല്പം താടി ഉണ്ടായിരുന്നപ്പോ മറ്റവനായിരുന്നു ലോകേഷ്. ഞാൻ നോക്കുമ്പോ ദിലീപിന് നാണാൻ വേണ്ടി ലോകേഷ് നമ്മൾ എന്തായാലും നമുക്ക് ഇവിടെ തുടങ്ങാം. ഇതാണ് നമ്മളെ പയ്യൻ. പേരെങ്ങനെ? എന്റെ പേര് ആദിത്യൻ. ആഴ്ച മാത്രമാണ് വേറെ നീ കൊണ്ട് പയ്യനറിയാമോ? ഇത് നമ്മളാണ് ചായക്കോട്ട നമ്മളെ പയ്യനെ അഭിപ്രായം എന്താണ്? തൊട്ട് വന്നിങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിള് മറ്റേതിനിങ്ങനെയൊന്നുമില്ല. നമ്മൾ ക്ലാസിക്കൽ നമ്മൾ ചെയ്യും. ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇരുന്ന് മറിഞ്ഞ വീണ ഞാൻ ചത്ത്. ഇങ്ങനെ വന്ന് ഇങ്ങനെ രണ്ട് സൈഡിൽ വന്ദനം കഴിഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ഇനി പാട്ട് നമുക്ക് പാടി കൊടുക്കാം. ഏത് പാട്ട് പാടി കൊടുക്കാം? ഇതിന് ഞാൻ എന്തിനാ അടിക്കാ? നീ ഏത് ഡാൻസാണ് ഇഷ്ടപ്പെടുന്ന മോനെ? സെമി ക്ലാസിക്കലാണോ ക്ലാസിക്കലാണോ? എനിക്കെല്ലാം ഇഷ്ടം. നമുക്ക് മിക്സ് ചെയ്ത് പാടാം. എവിടെ തുടങ്ങാം? അവിടെ തുടങ്ങാം. ആര് പാടണ്ടേ? ഇഷ്ടമല്ലടാ, നോട്ടുമല്ലടാ. ചായ കിട്ടൂല. അപ്പൊ കേരളം ഇവിടെ എല്ലാരും തളർന്ന് തരിപ്പണമായി. എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഈ അഗസ്ത്യ സാറ് വന്ന് വിളിച്ച് പൂർണ്ണ തുടക്കം എല്ലാവരും ഗാംഭീര്യമായി കിടന്ന് കളിക്കും, ഗംഭീര്യമായി കിടന്ന് കളിക്കും, പിന്നെ ഉറക്കമായിരിക്കും. ശരിയാണ്, നല്ലൊരു ഉറക്കമാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും മൂടാണ്. എനിക്ക് ഇപ്പോഴും കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആരുമില്ല ഇവിടെ. അയ്യോ, സത്യമായിട്ടെ ഒന്നുമില്ല. ഞാൻ അവിടെ കിടന്ന് വൈബ് ഞാൻ സംസാരിച്ചോണ്ട് ഒറ്റയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കുന്നത്. നല്ലോണം വെട്ടിയിട്ട് വാഴ കിടന്നു. എന്ത് പറയാൻ ഗൈസ്. സാറ് വരെ പോയി. നീ ലൈറ്റ് വിട്ട് ലൈറ്റ് ഓഫാക്കി എവിടെ താണ്ടിരിക്കുന്നു അവിടെ ഇരിക്കട്ട്. സമയം വന്നിട്ട്
9:15 രാത്രി. എല്ലാവരും കിടന്നുറങ്ങും. ഓരോരുത്തരുണ്ട്, ഇതാ കാണിച്ചു തരാം. ഉണ്ടാ അടുത്ത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ രണ്ടെണ്ണം വിഷയമല്ലേ. സമയം വന്നിട്ട് 9:15. ആ സമയം ചോദിച്ചാൽ എന്താണ് തന്നെ. നമുക്ക് അടുത്ത് പിന്നെ നമ്മളിപ്പോൾ കണ്ടിട്ട് പോകണം ഗൈസ്. നമ്മൾ ഹിൽ ടോപ്പ് ഇറങ്ങി കുടിക്കും ഗൈസ്. അപ്പോൾ ഇങ്ങനെ കാണിക്കും ഗൈസ്. അങ്ങനെ നമ്മൾ പോണ വഴിയിൽ ഏതോ ഒരു ഹോട്ടലാണോ റെസ്റ്റോറൻ്റ് ആണോ എന്ന് പറഞ്ഞുകൂടാ, കയറി ഫുഡ് കഴിച്ച് എല്ലാ ദിവസത്തെ പോലെ അപ്പവും ചപ്പാത്തിയും ചിക്കൻ കറി അങ്ങനെ എന്താ കഴിച്ചായിരുന്നു. കഴിച്ചിട്ട് വീണ്ടും വെളി ഇറങ്ങിയപ്പോഴും ബാക്കിയുള്ളവർക്ക് നമ്മുടെ കൂട്ടുകാർക്കൊന്നും വയ്യാത്ത അവസ്ഥയാണ്. കൂട്ടുകാർക്കെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതലും. അവർക്ക് ശരത്തിൽ തലവേദന, ഓർക്കാനം, എക്സെട്ര അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ. പിന്നെ അവിടെ കുറേ നേരം നിന്നിട്ടാണ് പിന്നെ അവിടെ നിന്ന് യാത്ര തുടരുന്നത്. അത് എല്ലാവർക്കും വെറുതെ ആണ്. എന്തായാലും ബോയ്സിൽ 1-2 പേർക്കേ ഉള്ളൂ. ഗേൾസിൽ മിക്ക ആൾക്കാർക്ക് ആ പ്രശ്നമുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും വീണ്ടും യാത്ര തുടരുകയാണ്. ഈ വണ്ടിയിലാണ് ഇന്ന് ഉറക്കം മൊത്തവും. രാത്രി ഫുൾ ഓട്ടമായിരിക്കും. അങ്ങനെ ഇന്നത്തെ ഈ ദിവസം കഴിയുമ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണിക്കാൻ പോകുന്നത് വണ്ടർലയിലെ ഫുള്ള് പരിപാടിയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ വീഡിയോ ഉറപ്പായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിരുന്നാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.